എന്താല്ലേ, എന്ത് രസമുള്ള വഴികൾ. മേലോട്ട് നോക്കി എന്താന്ന് അവിടെ ചക്ക ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചക്കക്കാലല്ലേ, ചെമ്പരത്തിപ്പൂ, പണ്ടത്തെ ചെമ്പരത്തിപ്പൂ. ചക്കയും മാങ്ങ കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചക്കകൾ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരതാണ്, എൻ്റെ ഒന്നല്ല കേട്ടോ. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് തരും, അത്രയേ ഉള്ളൂ. നല്ല വെയിലാണ്, പുഴയ്ക്ക് കുളിക്കാൻ പോവാം. നല്ല വെയിലാണ്. സമയം രാവിലെ ആണെങ്കിലും ഇപ്പം നല്ല ചൂടല്ലേ, നല്ല ചൂടെന്ന് പറഞ്ഞാൽ തകർപ്പൻ ചൂട്. അങ്ങനെ രണ്ടുപേരും എന്നും കുളിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ പോണത്. അവിടെ ചെന്ന് നല്ല സുഖമായിട്ട് കുളിക്കാം. ഇഷ്ടംപോലെ വെള്ളമുണ്ട് ആ ഭാഗത്ത്. ഇപ്പം പുഴ നല്ല വീതിയിലെ പുഴ, പരന്നൊഴുകാണ്. ആദ്യത്തെ മഴക്കാലത്തിന് ശേഷം പുഴയൊക്കെ നിരന്നു പോയി, കുഴിയില്ലാതായി. അവിടെ കണ്ടമാനം വെള്ളമൊക്കെ ഒരുപോലെ പരന്നൊഴുകണം. ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. കുറച്ച് തണലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് കുളിക്കലാണ് ഞങ്ങൾ പതിവ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇവിടെ കുറച്ച് നല്ല വൃത്തിയുള്ള ഏരിയയാണ്. അതിൻ്റെ അഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമുണ്ട്. ഇതിപ്പോൾ പണ്ട് മഴയൊക്കെ വന്നപ്പോൾ, ആദ്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഴ വന്നിട്ട് ഇവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് മരുതാണ് മരം. ഇങ്ങോട്ട് ഇവിടെ ഉങ്ങുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് ഒരാളുടെ പറമ്പാണ്. അതൊക്കെ കുറേയൊക്കെ ഇടിഞ്ഞു പോയി മഴക്കാലത്ത്. ഇവന് വെള്ളത്തിൽ ഇറങ്ങി എപ്പോഴും കളിയാണ്. കുളിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ വന്ന്. ചൂടേ, നല്ല ചൂടല്ലേ, പൊള്ളുന്ന വെയിലാണ്, പൊള്ളുന്ന വെയിൽ. ഞങ്ങൾക്ക് ഒരു മഴ ഇതിനിടയ്ക്ക് കിട്ടിയിട്ടുള്ളൂ, വേനൽ മഴയായിട്ട്. പിന്നെ വേനൽ മഴയൊന്നും അധികം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ മഴയൊക്കെ വരുന്നുണ്ട്, പക്ഷേ മഴ വന്നാൽ വെള്ളം കൂടുട്ടോ. കാരണം മല സൈഡാണ്, 4 ഭാഗം മലയാണ്. അതുകൊണ്ട് മഴ വന്നാൽ വെള്ളം കൂടുകയൊക്കെ ചെയ്യും. പക്ഷെ മഴ പെയ്യണ്ടേ. ചെറിയ മഴ പെയ്തിട്ടും കാര്യമില്ല. ഈ ഭാഗം ഇടിഞ്ഞു പോയതാണ് കഴിഞ്ഞ വർഷകാലത്ത്. ഇവിടെ ഒരു കിണറുണ്ട്, അതിൻ്റെ പൈപ്പാണ് കാണുന്നത്. ആ കിണറിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കണ്ടത്, അതിൻ്റെ റിങ്ങൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഈ സ്ഥലത്തു നിന്നാണ് കുളിക്കൽ. ഇവിടുന്ന് കുളിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളമുണ്ട്. മുട്ടുവരെയൊക്കെ വെള്ളമുണ്ട്. മറ്റുള്ളവർക്ക് അത്രയൊന്നും വെള്ളമില്ല, നിരന്ന് കിടക്കുന്നുണ്ട്. നെരുവാണി വരെ വെള്ളമുള്ളൂ. ഇവിടെ പിന്നെ കുറച്ച് തണുപ്പുണ്ടാവും, അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇരുന്ന് കുളിക്കാം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിക്കാൻ. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഇങ്ങോട്ട്, അധികമൊന്നുമില്ല, നോക്കിയാൽ കാണുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കുളിക്കുക, അതാണ് അതിൻ്റെ സുഖം. ഞങ്ങൾ കുളിക്കുന്ന സ്ഥലം അപ്പുറത്താണ്. ഇവിടെ ഇങ്ങനെ പുഴ രണ്ടായിട്ട് പിരിഞ്ഞു പോവുകയാണ്, അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും. അവിടെ കാണുന്ന ഓലകളൊക്കെ കാണുന്നത് അത് ഈ പൊന്നരിക്കുന്നവരാണ്. പൊന്നരിക്കാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഈ സൈഡിൽ. പൊന്നരിച്ച് കൊണ്ട് സ്വർണം കൊണ്ടേ കൊടുക്കും. അവർക്കൊരു വരുമാന മാർഗ്ഗമാണത്. രാവിലെ ഇറങ്ങി വൈകുന്നേരങ്ങളിൽ അവർ കയറിപ്പോളും. 1000-1500 ഉറുപ്പ്യൊക്കെ കിട്ടുന്നവർക്ക് കിട്ടും. ഇത് ഉങ്ങ് എന്ന് പറഞ്ഞ മരം കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തായാലും പറയുമെന്നറിയില്ല. ഉങ്ങ് എന്ന് പറഞ്ഞ മരമാണ്, ഉങ്ങ് മരം. അതിനൊരു കായൊക്കെ ഉണ്ടാകും. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അത് മരുന്നുമാണ് സംഭവം. ഉങ്ങൊരു മരുന്നാണ്, എന്തിനൊക്കെയോ ഉപയോഗിക്കും. അവിടെ അക്കരെ കാണുന്ന ഒഴിഞ്ഞ സ്ഥലം, അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ വീട് നിൽക്കുന്ന ഏരിയ കേട്ടോ. ഞങ്ങൾ അവിടെയാണ് കുളിക്കാറ്, മഴക്കാലത്തൊക്കെ അവിടെയാണ് കുളിക്കാറ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല വെയിലിനെ കൊണ്ട് നേരം ഉണ്ടില്ല വെള്ളത്തിൽ. അല്ല, വെള്ളമൊക്കെ ഇതിലൊക്കെ ഉണ്ട്. നല്ല മണൽപ്പരപ്പും കല്ലും എല്ലാം കൂടെ നല്ല മണൽ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. മണൽ കണ്ടമാനം വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും കോരിയെടുക്കാനൊന്നും അങ്ങനെ സമ്മതിക്കില്ല, വണ്ടി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നമുക്ക് സ്വന്തം തലച്ചുമടായിട്ടൊക്കെ കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഓക്കെ.